പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയിലാണ്. നാളെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷിക ദിനമാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പള്ളിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നാളെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഒട്ടനവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇത് പുതുപ്പള്ളിപ്പള്ളി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷികം നാളെ വിപുലമായ രീതിയിലാണ് പുതുപ്പള്ളിപ്പള്ളിയിൽ ആചരിക്കുന്നത്. രാവിലെ 6:30 പ്രഭാത നമസ്കാരം, 7 വിശുദ്ധ കുർബാന, 8:15 ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിങ്കൽ പ്രാർത്ഥന, 9 പള്ളി മൈതാനത്ത് പ്രത്യേകം പന്തലിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പങ്കെടുക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തിരിയൻ കത്തോലിക്ക ബാവ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇന്ന് വൈകിട്ട് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തുന്നു രാഹുൽ ഗാന്ധി. ഇന്ന് കുമരകം താജ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. നാളെ രാവിലെ 9 മണി കഴിയുമ്പോഴത്തേന് പുതുപ്പള്ളിപ്പള്ളിയിലെത്തും. ആദ്യം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിങ്കൽ പുഷ്പാർച്ചനയാണ് നടത്തുന്നത്. തുടർന്നായിരിക്കും ഈ പള്ളിയുടെ മുൻവശത്തെ വേദിയിൽ വച്ചുള്ള പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. KPCCയും കോട്ടയം DCCയും സംയുക്തമായി നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ ഏറെക്കുറെ 10,000-ലധികം കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പന്തലാണ് പുതുപ്പള്ളിപ്പള്ളി മൈതാനത്ത് ഒരുങ്ങിയിരിക്കുന്നത്. 2 മൈതാനങ്ങളാണ് പുതുപ്പള്ളിപ്പള്ളിയുടെ പരിസരങ്ങളിൽ ഒരുങ്ങുന്നത്. ഒന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിങ്കൽ പന്തലുകളുണ്ട്, അതോടൊപ്പം തന്നെ പള്ളി മൈതാനത്ത്. ഇത് ഏറെക്കുറെ 10,000 പേരടക്കം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വലിയ പന്തലാണ്. ഇതിൻ്റെ നിർമ്മാണം കോട്ടയം പാറമ്പുഴയിലുള്ള മെർസ്റ്റീം എന്ന സ്ഥാപനമാണ്. അതീവ സുരക്ഷയിലാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. 3-4 ദിവസം മുമ്പ് തന്നെ പള്ളിയുടെ പരിസരവും കാര്യങ്ങളും എല്ലാം പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ്. അതോടൊപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പുതുപ്പള്ളിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ താക്കോൽ ദാനവും ശ്രീ രാഹുൽ ഗാന്ധി MP നിർവഹിക്കുന്നതാണ്. അതുപോലെ സമ്മേളനത്തിൽ KPCCയുടെ ജീവകാരുണ്യ പദ്ധതി സ്മൃതി തരംഗം ആരംഭിക്കും. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 630 കുട്ടികൾക്ക് ശ്രുതി തരംഗം പദ്ധതിയിലൂടെ കേൾവിശക്തി നൽകുകയുണ്ടായി. ഈ പദ്ധതിയുടെ 2ാം ഘട്ടമാണ് നാളെ നടക്കുന്നത്. നാളെ നടക്കുന്ന പരിപാടിയിൽ പാർക്കിംഗ് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കോട്ടയം കഞ്ഞിക്കുഴി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പുതുപ്പള്ളി കവലകളിൽ ആളെ ഇറക്കി സെൻറ്റ് ജോർജ് ഗവൺമെൻറ് ഹൈസ്കൂൾ മൈതാനത്ത് പാർക്ക് ചെയ്യണം. ഏറ്റുമാനൂർ മണർകാട് പ്രദേശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ VHSC IHRD സ്കൂൾ ഗ്രൗണ്ടിലും, വെട്ടത്തുകോല കറിച്ചാല് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിലയ്ക്കപ്പള്ളി ഗ്രൗണ്ടിലും ഡോൺ ബോസ്കോ സ്കൂൾ ഗ്രൗണ്ടിലുമായി പാർക്ക് ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി വാകത്താനം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, കൊല്ലാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും എരമല്ലൂർ കമലിങ്ങിന് സമീപമുള്ള പള്ളിവക മൈതാനത്ത് പാർക്ക് ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിങ്കലെല്ലാം പൂക്കളും മറ്റും അലങ്കാര ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ മറിയാമ്മ ഉമ്മനും മകൾ മറിയവും ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നുണ്ട്. രാത്രിയിലും ജോലികളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക സ്ഥലത്തും ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാനുള്ള വേലികളുടെ നിർമ്മാണങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. നാളെ പുതുപ്പള്ളിപ്പള്ളിയിൽ ഒരു വലിയ ജനക്കൂട്ടം തന്നെ എത്തുമെന്നാണ് കരുതുന്നത്.